السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ്ഹ് പാഠം 143. മുഹറം 9 അന്നുകൂടി നോമ്പ് സുന്നത്താക്കപ്പെടാനുള്ള ഹിക്മത്ത്. മുഖാലഫത്തുൽ യഹൂദ് അഥവാ ജൂതന്മാരോട് ആരാധനാ വിഷയത്തിൽ എതിരാവുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് കാണും, 9 അന്ന് ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ലെങ്കിൽ ഈ മുഖാലഫത്ത് ഉണ്ടാക്കാൻ വേണ്ടി 11 അന്ന് നോൽക്കൽ അയാൾക്ക് സുന്നത്തുണ്ട്. ഫത്ഹുൽ മുഈനിൽ തന്നെ കാണാം, വമിൻ സമ്മ സുന്ന ലിമല്ലം യസുംഹു സൗമുൽ ഹാദി അശർ. 9 അന്ന് നോമ്പ് അനുഷ്ഠിക്കാത്തയാൾ മുഖാലഫത്തുൽ യഹൂദ് ഉണ്ടാക്കാൻ വേണ്ടി 11 അന്ന് നോമ്പെടുക്കൽ സുന്നത്തുണ്ട് എന്നു മാത്രമല്ല, ഉടനെ ഫത്ഹുൽ മുഈനിൽ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്, ബൽ വ ഇൻ സ്വാമഹു. 9 അന്ന് നോമ്പ് നോറ്റ വ്യക്തിയാണെങ്കിൽ തന്നെയും 11 അന്ന് കൂടി നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. അപ്പോൾ 9 അന്ന് നോമ്പെടുത്ത ആൾക്കും അങ്ങനെ 9 നോമ്പെടുത്ത് മുഖാലഫത്തുൽ യഹൂദ് സാധ്യമാക്കിയ ആൾക്കും 11 അന്ന് നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ മുഹറം 9, 10, 11 3 ദിവസം നോമ്പെടുക്കൽ സുന്നത്താണെന്ന് വന്നു. കാരണം 11 അന്ന് നോമ്പെടുക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന വന്നിട്ടുണ്ട്. ഇമാം മുഹമ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം, സൂമു യൗമ ആശൂറ. നിങ്ങൾ ആശൂറ ദിവസം നോമ്പ് നോൽക്കണം. വഖാലിഫുൽ യഹൂദ്. നിങ്ങൾ ജൂതന്മാരോട് എതിരാവുകയും വേണം. വസൂമു ഖബ്ലഹു യൗമൻ വബഅദഹു യൗമൻ. അതുകൊണ്ട് ആശൂറ ദിവസത്തിൻ്റെ മുൻപ് ഉള്ള ദിവസവും ആശൂറയുടെ ശേഷമുള്ള ദിവസവും നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം. അപ്പോൾ മുഹറം 9, 10 നോറ്റ ആളുകൾക്ക് തന്നെയും 11 അന്നത്തെ ദിവസം കൂടെ നോമ്പെടുക്കൽ സുന്നത്താണെന്ന് വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തായ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.